ബിഗ് ബോസ് വീട്ടിലെ 52-ാം ദിവസം. രണഭൂമി ടാസ്കിൽ ഫൗൾ പ്ലേ കളിച്ചത് സത്യത്തിൽ ആരാണ്? ജിൻഡോയുടെ കള്ളക്കളി എന്തുകൊണ്ട് ചർച്ചയായില്ല? ജാസ്മിനും ഗബ്രിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞോ അതോ ഇനി സംസാരിക്കില്ലേ? നോറയെ സിജോ ടാർഗറ്റ് ചെയ്യുന്നത് എന്ത് ഉദ്ദേശത്തിലാണ്? ജാസ്മിൻ ജിൻഡോ വഴക്കിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഇതൊക്കെ ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം. ജിൻഡോ ജാസ്മിൻ വഴക്കിൽ നിന്നാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജാസ്മിൻ ജിൻഡോയെ കിച്ചൺ ക്ലീൻ ചെയ്യാനായി വിളിക്കുന്നുണ്ട്. കിച്ചണിൽ വന്ന ജിൻഡോ തൊട്ടേനും പിടിച്ചേനും ഒക്കെ പിന്നെ അടി ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. ജാസ്മിന് വൃത്തിയില്ല, അവനവൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം കഴുകി വെക്കണം, ജാസ്മിൻ ക്ലീൻ ചെയ്യാത്ത സ്ഥലത്താണ് പാത്രം വെക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെയുള്ള ജാസ്മിന്റെ മറുപടി ആണെങ്കിലോ, ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന പാത്രങ്ങൾ ഞാൻ തന്നെ കഴുകി വെച്ചോളാം, ഞാനാണ് കിച്ചൺ ടീം ക്യാപ്റ്റൻ, എനിക്കറിയാം ക്ലീൻ ചെയ്യാൻ എന്നൊക്കെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടക്കത്തിൽ തന്നെ വഴക്കായിരുന്നു. ലാസ്റ്റ് ഉണ്ടായതോ രണ്ടാളും പാട്ടുപാടി പോകുന്നതാണ് കണ്ടത്. അപ്പുറത്ത് പെൺപടയുടെ നേതൃത്വത്തിൽ ഒരു ഗാനമേളയൊക്കെ നടന്നിരുന്നു. അതിലേക്ക് രണ്ടുപേരും ജോയിൻ ചെയ്തു. സത്യത്തിൽ ആ ഒരു വഴക്കിന്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ജിൻഡോ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കിയത് പോലെയാണ് തോന്നിയത്. കാരണം കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടന്റെ ചീത്ത കേട്ടതുകൊണ്ടായിരിക്കണം ജാസ്മിൻ ഇത്തവണ കിച്ചണിൽ വളരെ ആക്റ്റീവ് ആണ്. ഫുഡ് ഉണ്ടാക്കുന്നത് കൂടുതലും ജാസ്മിൻ ആണ്. ടാസ്ക് നടക്കുമ്പോൾ പോലും കിച്ചണിലെ കാര്യങ്ങൾ ജാസ്മിൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ജിൻഡോ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി രണഭൂമി ടാസ്ക്. രണഭൂമിയല്ല, ബഹളഭൂമി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയും വഴക്കും ബഹളും കള്ളക്കളി. എങ്ങനെയെങ്കിലും ഒന്ന് ഇത് കഴിഞ്ഞാൽ മതിയെന്ന അവസ്ഥയായി. പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ലാസ്റ്റ് ടാസ്ക് ആണ് ഈ രണഭൂമി ടാസ്ക് എന്ന് പറയുന്നത്. ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടീമും 4 ബാരിക്കേഡിനുള്ളിൽ നിൽക്കും. അതിനുള്ളിൽ നിന്നുകൊണ്ട് ഓപ്പോസിറ്റ് ടീമിന്റെ ബാരിക്കേഡിനുള്ളിലേക്ക് ബോംബ് എറിയണം. ടീമിലുള്ളവർക്ക് ഒരു ഷീൽഡ് വെച്ച് ഇത് എതിർക്കാൻ പറ്റും. ബാരിക്കേഡിനുള്ളിൽ എത്ര ബോംബാണോ വീഴുന്നത് അത് നോക്കിയാണ് ആ ടീം തോൽക്കുക. ഇതായിരുന്നു ടാസ്ക്. ഓരോ ടീമിനും ഓരോ തലവൻ അല്ലെങ്കിൽ ഒരു സേനാധിപതി ഉണ്ടാകും. ഡെൻ ടീമിൻ്റെത് ജിൻഡോ, പവർ ടീമിന്റെ സായ്, ടണൽ ടീമിന്റെ ഋഷി, നെസ്റ്റ് ടീമിന്റെ അർജുൻ. ഇവരാണ് ഈ ടീമിനെ നയിച്ചിരുന്നത്. ഇവര് വേണം ഈ ടാസ്കിന് നേതൃത്വം നൽകാൻ. ഫസ്റ്റ് വാക്പോരാണ് നടന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബോംബേറിലേക്ക് വരുന്നത്. വാക്പോർ എന്ന് പറയുമ്പോൾ എതിർ ടീമിനെ സംസാരിച്ച് തകർക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇമോഷണലിയും തകർക്കാം. നോറയൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ടാസ്ക് നിർത്തി പോകാൻ തോന്നുന്നു. അതുപോലെ ഇറിറ്റേറ്റഡ് ആകുന്ന രീതിയിലാണ് നോറ സംസാരിച്ചിരുന്നത്. പവർ ടീം മാക്സിമം ഡെന്നിനെ വാക്പോറിലൂടെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. ജിൻഡോയുടെ ഒറ്റ ഡയലോഗിലൂടെ പവർ ടീം ഒതുങ്ങിപ്പോയി. നട്ടലില്ലാത്ത സായിയാണ് വെല്ലുവിളി നടത്തുന്നതെന്ന്. ഇനി ജാസ്മിൻ ആണെങ്കിൽ ഗെയിമായി കാണുന്നത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റിൽ നിന്ന് നെസ്റ്റിലെ ഗബ്രിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്തു. ഗബ്രി സത്യത്തെ വളച്ചൊടിക്കാറുണ്ടെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഗബ്രിയാണ് ഇത് തുടങ്ങി വെച്ചത്. ജാസ്മിൻ ഏറ്റെടുക്കുന്ന ഗബ്രി കരുതിയിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് ടണൽ ടീമിലെ നോറയാണ് ടാർഗറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് സിജോ. കരഞ്ഞു കാല് പിടിച്ചുകൊണ്ട് നിന്നു പോവുകയാണ് നോറ എന്നൊക്കെ പറയുന്നുണ്ട്. നോറയാണെങ്കിലോ കരഞ്ഞു കാല് പിടിച്ചത് കണ്ടോ എന്ന് പറഞ്ഞായി പിന്നീടുള്ളത്. ഒരു ബഹളമയം കഴിഞ്ഞാണ് ഈ ടാസ്ക് തുടങ്ങുന്നത് തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ എതിർക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിലെ പവർ ടീം തോറ്റു. ശരിക്കും പറഞ്ഞാല് ശരണ്യയുടെ കോൺഫിഡൻസ് കണ്ടപ്പോൾ കരുതി അവരവിടെ ജയിക്കുന്നൊക്കെ, പക്ഷെ തോൽക്കേണ്ടി വന്നു. ഇതിനിടയിൽ ടീം ടണല് ഡെൻ ടീമിന്റെ ഓൾറെഡി എറിഞ്ഞ ബോംബ് എടുത്ത് നെസ്റ്റിന് എറിയുന്നുണ്ട്. ആദ്യം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എറിഞ്ഞ ബോംബ് വീണ്ടും എടുത്ത് എറിയരുതെന്ന്. ഇവിടെ സംഭവിച്ചത് ടണല് ഡെൻ ടീമിന്റെ എറിഞ്ഞ ബോംബ് എടുത്ത് നെസ്റ്റിന് എറിഞ്ഞു. അത് പിന്നീട് മനസ്സിലാകുന്നത് ഗബ്രിക്കാണ്. മുഖത്ത് മഞ്ഞ കളർ കണ്ടാണ് ഗബ്രിക്ക് അത് മനസ്സിലായത്. അതിന്റെ പേരിൽ ജാസ്മിനും ഗബ്രിയും തമ്മിൽ പിന്നെ വഴക്കുണ്ടാവുന്നുണ്ട്, ബോംബ് എറിഞ്ഞതിനും അതുപോലെ പേഴ്സണലി അറ്റാക്ക് ചെയ്തതിന്റെ പേരിലൊക്കെ. ഇതിന്റെ ഇടയിൽ രസ്മിനും ഇടപെട്ടു. ഇതിന്റെ ഇടയിൽ രസ്മിൻ വരുന്നുണ്ട്. ശേഷം ഗബ്രിയും രസ്മിനും തമ്മിലായി വഴക്ക്. നീതിദേവതയായി നടന്നിട്ട് നിലവാരമില്ലാത്ത കളി കളിക്കരുത് എന്നൊക്കെ ഗബ്രി രസ്മിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തില് ബഹളമായിരുന്നു. സെക്കൻഡ് റൗണ്ടിലെ ഡെൻ, നെസ്റ്റ്, ടണൽ 3 ടീമാണ് മത്സരിച്ചത്. അങ്ങനെ സെക്കൻഡ് റൗണ്ടിലെ ടീം നെസ്റ്റും ഔട്ടായി. ഫൈനൽ റൗണ്ടിലെ ടീം ടണലും ടീം നെസ്റ്റും ആണ് മത്സരിച്ചത്. അവിടെ ജിൻഡോ കള്ളക്കളി കളിച്ചു. ടണൽ ടീം എറിഞ്ഞ് ബാരിക്കേഡിനുള്ളിൽ വീണ ബോളുകൾ കാലുകൊണ്ട് തട്ടി പുറത്തേക്ക് ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറെ ചാക്കിന്റെ ഇടയിലേക്ക് ആശാൻ ഒളിപ്പിച്ചു വെക്കുന്നൊക്കെ ഉണ്ട്. കാലുകൊണ്ട് ചവിട്ടി ഈ പുറത്തേക്ക് ഇടുന്നത് സായി മാത്രമാണ് കണ്ടത്. അതിന്റെ പേരിൽ പറയത്തേക്ക് ചോദ്യം ചെയ്യൽ പോലും അവിടെ സംഭവിച്ചില്ല. രതീഷ് കുമാർ ആയിരുന്നു ഈ ഒരു ടാസ്ക് ജഡ്ജി ഇരുന്നത്. അയാൾ നേരെ വന്നിട്ട് നോക്കി ലാസ്റ്റ് പറഞ്ഞു ടണൽ ടീമാണ് ജയിച്ചതെന്ന്. സത്യത്തിലെ ജിൻഡോ കള്ളക്കളി കളിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത്രയും ക്യാമറകളുണ്ട്, എന്തായാലും പിടിക്കപ്പെടും. അതുകൊണ്ട് അറിഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരാവശ്യമില്ല. ഏത് വിധേനയും ജയിക്കണം, അത് മാത്രമാണ് ജിൻഡോയ്ക്കുള്ളത്. ഒന്നെങ്കിൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പവർ ടീമിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്വപ്നം കണ്ടാണ് ആള് നടക്കുന്നത്. അതിനായി എന്തും ചെയ്യും. എന്തായാലും ടാസ്കിൽ ടണൽ ജയിച്ച സ്ഥിതിക്ക് അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ടണൽ ടീമാണ് മത്സരിക്കുക. റസ്മിൻ അടക്കം നോറയെ ക്യാപ്റ്റൻ ആക്കാനാണ് ആഗ്രഹം. കാരണം നോറ ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടില്ല. അത് എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. അതറിയണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കാണണം.
ഇനി പവർ ടീം നെസ്റ്റിന് ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, മത്സരാർത്ഥികളിൽ ആരുടെയെങ്കിലും വിലപ്പെട്ട ഒരു സാധനം മോഷ്ടിക്കുക. സായാണ് ഈ പരിപാടി കൊണ്ടുവരുന്നത്. പവർ ടീം ഓർഡർ കൊടുത്തത് പവർ ടീമിന് തന്നെ പണി കിട്ടി. അതായത് പവർ ടീമിലുള്ള ശ്രീരേഖയുടെ ചെരുപ്പാണ് അർജുനും അപ്സരയും കൂടി മോഷ്ടിച്ചത്. ശ്രീരേഖ ചെരുപ്പ് അന്വേഷിച്ച് നടക്കുന്നതൊക്കെ കരുതിയപ്പോഴാണ് ആ ട്വിസ്റ്റ് ഉണ്ടായത്. ശ്രീരേഖ തന്നെ ക്യാമറയുടെ മുൻപിൽ വന്ന് പറയുന്നുണ്ട്, എന്റെ ചെരുപ്പാണ് മോഷ്ടിച്ചത്, ഞാൻ അടങ്ങുന്ന പവർ ടീമാണ് നെസ്റ്റിന് ഓർഡർ കൊടുത്തത്, അതുകൊണ്ട് ഞാൻ ഇത് അന്വേഷിക്കാൻ പോകുന്നില്ല, ഇത് എവിടെ വരെ പോകുന്നൊക്കെ. എപ്പിസോഡിലെ ആകെ നടന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഒരു ടാസ്കും കുറെ വഴക്കും പാട്ടുപാടലും, അത് മാത്രം. അല്ലാതെ എടുത്തു പറയാൻ മാത്രമായി ഒരു കണ്ടന്റും ഇല്ല. ഇപ്പോഴുള്ള പവർ ടീമിനാണെങ്കിലോ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, എന്നാലൊട്ട് ചെയ്യാൻ പറ്റുന്നുമില്ല. അതിന്റെ ഭാഗമാണ് നെസ്റ്റിനോട് ഈ മോഷ്ടിക്കാൻ പറയുന്നതൊക്കെ. അതുപോലെ തന്നെയാണ് രതീഷ് കുമാറും. അദ്ദേഹത്തിന് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, അത് നടക്കുന്നില്ല. ഇനി ജാസ്മിനും ഗബ്രിയും എത്ര വഴക്കിട്ടാലും അവസാനം അവർ ഒരുമിച്ചാവും. ഇനി എത്രയൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുകയുള്ളൂ. ഒരു മാറ്റം എന്നത് ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ഗെയിം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ജിൻഡോയുടെ കള്ളക്കളി മിക്കവാറും ലാലേട്ടൻ വരുന്ന ദിവസം തീരുമാനമാകും.